പ്രിയമുള്ളവരെ, വചനജ്വാല 1020 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ 16 ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ഈശോയുടെ തിരുഹൃദയ വണക്കമാസം 16 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഞായറാഴ്ച ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ യൂതിത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 11 മുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ഇന്ന് ശ്രവിക്കുക. അവിടുത്തെ ശക്തി സംഖ്യയെയോ അവിടുത്തെ പ്രതാപം ശക്തന്മാരെയോ ആശ്രയിക്കുന്നില്ല. അവിടുന്ന് എളിയവരുടെ ദൈവവും മർദ്ദിതരുടെ സഹായകനുമാണ്. അവശരെ താങ്ങുന്നവനും നിരാതരെ പരിപാലിക്കുന്നവനും ആശയറ്റവരെ രക്ഷിക്കുന്നവനുമാണ്. എന്റെ പിതാവിന്റെ ദൈവമേ, ഇസ്രായേലിന്റെ അവകാശത്തിന്റെ ദൈവമേ, ഭൂസ്വർഗങ്ങളുടെ കർത്താവേ, സമുദ്രങ്ങളുടെ സൃഷ്ടാവേ, അവിടുത്തെ സൃഷ്ടികളുടെ എല്ലാം രാജാവേ, എന്റെ പ്രാർത്ഥന ശ്രവിക്കണമേ. അവിടുത്തെ ഉടമ്പടിക്കും വിശുദ്ധ ഭവനത്തിനും സിയോൻ മലയ്ക്കും അവിടുത്തെ മക്കളുടെ ഗ്രഹത്തിനും എതിരായി നിഷ്ഠൂര പദ്ധതികൾ ആസൂത്രണം ചെയ്ത അവരെ വ്രണപ്പെടുത്താനും ചതയ്ക്കാനും എന്റെ വ്യാജോക്തികൾക്ക് ശക്തി നൽകണമേ. അവിടുന്ന് ദൈവമാണെന്നും എല്ലാ ശക്തിയുടെയും പ്രതാപത്തിന്റെയും ദൈവമാണെന്നും അവിടുന്നല്ലാതെ ഇസ്രായേൽ ജനത്തിന് മറ്റൊരു സംരക്ഷകനില്ലെന്നും അവിടുത്തെ ജനതയും എല്ലാ ജനതയും ഗോത്രങ്ങളും അറിയട്ടെ. നമ്മള് 10-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. 1 മുതലുള്ള വാക്യങ്ങളിൽ വായന തുടരുന്നു. ശത്രു പാളയത്തിലേക്ക്. യൂതിത്തെ ഇസ്രായേലിന്റെ ദൈവത്തോടുള്ള പ്രലാപവും പ്രാർത്ഥനയും അവസാനിപ്പിച്ചതിനു ശേഷം സാഷ്ടാംഗം വീണ് കിടന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ദാസിയെയും കൂട്ടിക്കൊണ്ട് സാബത്തുകളിലും ഉത്സവങ്ങളിലും താമസിക്കാറുള്ള ഭവനത്തിലേക്ക് പോയി. താൻ ധരിച്ചിരുന്ന ചാക്കുവസ്ത്രവും വിധവാ വസ്ത്രവും മാറ്റി കുളിച്ചതിനു ശേഷം അവൾ അമൂല്യമായ പരിമള തൈലം പൂശി തലമുടി ചീകി ശിരോഭൂഷണം അണിഞ്ഞു. തന്റെ ഭർത്താവ് മനാസെ ജീവിച്ചിരിക്കുമ്പോൾ താൻ അണിയാറുള്ള ഏറ്റവും മനോഹരമായ വസ്ത്രം അണിഞ്ഞു. ചെരുപ്പ് ധരിച്ചും വളകളും മാലകളും മോതിരവും കമ്മലും മറ്റാഭരണവും അണിഞ്ഞും പുരുഷന്മാരുടെ കണ്ണുകളെ മയക്കത്തക്ക വിധം അതീവ സൗന്ദര്യവതിയായി ചമഞ്ഞു. അവളൊരു കുപ്പി വീഞ്ഞും ഒരു പാത്രം എണ്ണയും ദാസിയെ ഏൽപ്പിച്ചു. വറുത്ത ധാന്യവും ഉണങ്ങിയ പഴങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരടയും നേർമയുള്ള അപ്പവും ഒരു സഞ്ചിയിൽ നിറച്ച് പാത്രങ്ങളെല്ലാം പൊതിഞ്ഞു കെട്ടി ദാസിയെ ഏൽപ്പിച്ചു. അനന്തരം അവൾ ബെത്തൂലിയ നഗര കവാടത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ നഗരശ്രേഷ്ഠന്മാരായ കാബ്രിസ്, കാർമിസ് എന്നിവരോടുകൂടി ഉസിയ നിൽക്കുന്നത് കണ്ടു. അവളുടെ മുഖത്തും ഉടയാടകൾക്കും വന്ന മാറ്റം അവർ ശ്രദ്ധിച്ചു. അവളുടെ സൗന്ദര്യത്തിൽ അവർക്ക് അഗാധമായ മതിപ്പുളവായി. അവർ അവളോട് പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നിൽ കൃപ ചൊരിയുകയും നിന്റെ പദ്ധതി നിറവേറ്റുകയും ചെയ്യട്ടെ. അങ്ങനെ ഇസ്രായേൽ ജനം അഭിമാനം കൊള്ളുകയും ജെറൂസലേം ഉയർത്തപ്പെടുകയും ചെയ്യട്ടെ. അവൾ ദൈവത്തെ ആരാധിച്ചു. അവൾ അവരോട് പറഞ്ഞു, നഗര കവാടം എനിക്ക് തുറന്നു തരാൻ കൽപ്പന നൽകുക. ഞാൻ പോയി നമ്മൾ സംസാരിച്ച കാര്യം നിറവേറ്റട്ടെ. അതനുസരിച്ച് വാതിൽ തുറന്ന് കൊടുക്കാൻ അവർ യുവാക്കന്മാരോട് കൽപ്പിച്ചു. അവർ വാതിൽ തുറന്നു.
യൂദിത്ത് ദാസിയോടൊത്ത് പുറത്ത് കടന്നു. അവൾ മലയുടെ താഴേക്കിറങ്ങി. താഴ്വരയിലൂടെ അവൾ നടന്നു നീങ്ങുന്നത് ദൃഷ്ടിയിൽ നിന്ന് മറയുന്നത് വരെ നഗരവാസികൾ നോക്കി നിന്നു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് ആഗോള സഭയിൽ വിശുദ്ധ ജോൺ ഫ്രാൻസിസ് റേജസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. 5-ാം വയസ്സിൽ നിത്യനരകത്തെപ്പറ്റി അമ്മ പറഞ്ഞത് മൂലം ബാലലീലകളിൽ ഒന്നും ശ്രദ്ധിക്കാതെ വളർന്നു. ഈശോ സഭക്കാരുടെ കോളേജിൽ തുടർന്ന് പഠിച്ചു. ജ്ഞാനവായനയിലും പ്രാർത്ഥനയിലും കഴിഞ്ഞു. തുടർന്ന് നൊവീഷ്യേറ്റിൽ ചേർന്നു. പഠനത്തിന് ശേഷം വൈദിക പട്ടം സ്വീകരിച്ചു. ഒരുപാട് പാപികളെ മാനസാന്തരപ്പെടുത്തി. 1640 ഡിസംബർ 26-ാം തീയതി വിശുദ്ധ സ്റ്റീഫന്റെ തിരുനാൾ ദിനത്തിൽ 3 പ്രസംഗത്തിന് ശേഷം കുംഭസാരത്തിനിടയ്ക്ക് മോഹാലസ്യപ്പെട്ട് വീണ് സുഖക്കേട് വർദ്ധിച്ച് വളരെയേറെ സംതൃപ്തിയോടെയാണ് ഞാൻ മരിക്കുന്നതെന്ന് പറഞ്ഞ് എന്നെ സൗഭാഗ്യ നികേതനത്തിലേക്ക് ആനയിക്കാൻ ഈശോയും മറിയവും വരുമെന്ന് പറഞ്ഞ് അന്ന് രാത്രി മരണത്തെ പുൽകി. 43-ാം വയസ്സിൽ സ്വർഗം പൂകിയ ജോൺ ഫ്രാൻസിസ് റേജസിനെ ക്ലെമന്റ് 12-ാമൻ മാർപ്പാപ്പ 1737 വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു. വിശുദ്ധ ജോൺ ഫ്രാൻസിസ് റേജസിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ദിവസത്തിലേക്ക്, ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന പൊൻസുദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.